പഴയ തറവാട് ഇനിയും പൊളിച്ചിട്ടില്ല. നാട്ടിലും മടങ്ങിയെത്തിയ ആ തറവാട്ടിൽ പഴയ ചിട്ടകളും പാലിച്ച് കുറച്ചു നാളുകൂടി കഴിയണം. ആ തീരുമാനം എന്തായാലും നന്നായി ഭാഗീരഥി. അത് ഐശ്വര്യമുള്ള തറവാടാ. ഞാനും ചേട്ടനും ഒത്ത് എത്രയോ തവണ അവിടെ വന്നിരിക്കുന്നു. ഭാഗീരഥി ഞാനും പഴം കഥകളൊക്കെ പറഞ്ഞുറങ്ങാതെ കിടക്കും. അപ്പോ നമ്പ്യാരേട്ടനും കുറുപ്പേട്ടനും ഒക്കെ മുടിഞ്ഞ മദ്യലഹരിയിലായിരിക്കും. അതൊക്കെ ഒരു കാലം. തറവാട്ട് വളപ്പിൽ തന്നെയാ പുതിയ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കുറുപ്പിനും സുമലതയ്ക്കും തറവാടല്ലേ അറിയാവൂ. പുതിയ ബംഗ്ലാവ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. പാലുകാച്ച് കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാവ് അടച്ചിട്ടിരിക്കുക. ഞങ്ങളിപ്പോ നാട്ടിൽ വന്നപ്പോഴും പഴയ തറവാട്ടിലാ താമസം. എന്തിനാണെങ്കിലേ ഇത്രയും വലിയൊരു കെട്ടിടം ആൾപ്പാർപ്പില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്? അതിന്റെ കാരണം ആന്റി പറയും. മോനെ, ജഗനും നീലിമയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ കുറച്ചു കാലം അവരവിടെയാണല്ലോ താമസിക്കുന്നത്. അതാണല്ലോ നാട്ടുനടപ്പ്. അത് കഴിഞ്ഞാ അവർക്ക് താമസിക്കണ്ടേ? ആദ്യമായിട്ട് ബംഗ്ലാവിലേക്ക് വലത് കാല് വെച്ച് കയറുന്നത് ജഗനും നീലിമയുമായിരിക്കണം. ജഗനെ ഇനിയും കാണുന്നില്ലല്ലോ. അല്ല, അത് തിരക്കുള്ള യുവജന നേതാവല്ലേ നമ്പ്യാരെ. അവൻ ഉടനെ എത്തിക്കോളും. അപ്പോഴത്തേക്കും നമുക്ക് മറ്റ് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം. കുറുപ്പേ, സമ്പാദ്യമൊക്കെ എനിക്ക് കുറച്ചുണ്ട്. ബിസിനസ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. അതാണ് എനിക്കിഷ്ടം. എത്ര കോടി വേണേ മുടക്കാം. സഹകരണവും ആത്മാർത്ഥതയൊക്കെ കുറുപ്പ് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരേ ഒരു കണ്ടീഷൻ, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ജഗനും നീലിമയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതെ, അതായത് ഈ കുറുപ്പേ ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു വാക്കാണ്.